back to Bobby Chemanur International Group കുട്ടിക്കുപ്പായം സീസൺ 2 ജനങ്ങൾക്ക് വേണ്ടി ബോബി ആൻഡ് മറഡോണ. നമുക്ക് സ്വാഗതം ചെയ്യാം അടുത്ത പെർഫോമൻസിന് വേണ്ടി ഇശൽ വൈദ്യ റൗണ്ടിൽ ഷമീം. ഷമീം ചേച്ചി ഫുൾ യോയോ സ്റ്റൈലിലാണല്ലോ വന്നിരിക്കുന്നത്. താങ്ക് യു ചേച്ചി. അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ടാണല്ലേ? ഓക്കെ, പാട്ടൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. ആരാ ഇന്ന് കൂടെ വന്നിരിക്കുന്നേ? എന്റെ ഉമ്മ. ഉമ്മ. അപ്പൊ ഉമ്മാക്ക് വേണ്ടി പാടണം. ഏത് പാട്ടാ മോൻ പാടുന്നേ? ഞാൻ പാർത്തേ കഥേനെ പറഞ്ഞൊരു പാട്ട്. ഓക്കെ, നമ്മുടെ ജഡ്ജസിനെ എല്ലാരെയും ഇംപ്രസ് ചെയ്യിക്കണം മോന്റെ പാട്ടിലൂടെ. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.
ഷമീമിന്റെ പാട്ട് കേൾക്കാൻ ഷമീമിന്റെ അനിയൻകുട്ടൻ കൂടെ വന്നിട്ടുണ്ട്. അനിയൻ അവിടെ ഇരുന്ന് ചേട്ടനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. നന്നായി പാടിയില്ലേ? കുഴപ്പമില്ലാതെ പാടി. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് യു ചേച്ചി. ദൃശ്യ ചേച്ചി, ഷമീമിന് ടെൻഷൻ ഉണ്ടോ? കുറച്ച് ഇത്തിരി ഉണ്ട്. ഇല്ല. എന്തായാലും അത് ഓർക്കസ്ട്ര ആയിട്ട് എവിടെയാണ് തുടങ്ങേണ്ടത് എന്നുള്ളൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടോ? അത് ടെൻഷൻ കൊണ്ട് വന്നയാ, അതിന് ടെൻഷൻ എന്ന് പറയാ. കുഴപ്പമില്ല, ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഞാനും ഇതുപോലെ അവിടെ നിൽക്കുമ്പോൾ എന്തായാലും കുറച്ചെന്നാലും ടെൻഷൻ ഇല്ലാതെ ഇരിക്കില്ല. പക്ഷെ എന്നാലും കൂടുതലായിട്ട് അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ നമ്മളെ പാട്ടിനെ കൂടെ ബാധിക്കരുത്. കുഴപ്പമില്ല, നന്നായിട്ട് പാടി കുട്ടി. പിന്നെ അതിലും മുന്നായിട്ട് ബബീഷേട്ടനും റജീബൊക്കെയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ബാക്കിയുള്ള ഓർക്കസ്ട്ര എല്ലാവരും. മോനൊന്ന് അനുപല്ലവിയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി മോൻ പാടിയത്. കുറച്ച് നല്ല ഫീൽ ഉണ്ടായിരുന്നു. എന്നാലും കുറച്ചും കൂടി ഒരു പവർ വരായിരുന്നു. പടപ്പാട്ട് അങ്ങനത്തെ പാട്ടുകളൊക്കെ ആവുമ്പോൾ കുറച്ചൊന്ന് ശക്തി കൊടുത്തിട്ട് തന്നെ പാടണം. കുറച്ചും കൂടി ഒന്ന്. പക്ഷെ നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു ദൃശ്യ ചേച്ചി. OM മാഷ്. ഷമീം നന്നായി പാടിട്ടോ. ഈ പാട്ടിന്റെ ഇത് കോഴിക്കോട് അബൂബക്കർ ഒരു ഈണം നൽകിയതാണ്. ഈ ടൈപ്പിലുള്ളൊരു ഈണം ഈ പാട്ടിന് നൽകിയിട്ടുണ്ട്. ഈശ്വരൻ നമ്മുടെ ബേസ് ഈശ്വരാണ്. ഇതിന്റെ ബദർ യുദ്ധകാവ്യത്തിലെ 25ാമത്തെ ഈശ്വരാണ്. നട കൊണ്ട് ചെറുമുറുക്കം, നടുമുറുക്കം എന്നാണ് അതിന്റെ ഈശ്വരന്റെ പേര്. അത് അതിന്റെ ആ തനിമ ചോരാതെയാണ് ഔക്കാക്ക ട്യൂൺ ചെയ്തിട്ടുള്ളത്. വളരെ മോനത് വളരെ നന്നായി പാടി. പ്രത്യേകിച്ച് അതിലുള്ള അക്ഷരങ്ങൾ ഇപ്പൊ ഈ ശരിക്ക് ദൃശ്യം പറഞ്ഞല്ലോ, യുദ്ധത്തിന്റെ ആ ഇവിടെ കണ്ടെത്തിയില്ല. പക്ഷെ ഇതിന്റെ ഈ സന്ദർഭം എന്ന് പറയുന്ന യുദ്ധത്തില് ബദർ യുദ്ധത്തിലേക്കാണ് എത്തിയിട്ടില്ല. അതിനു മുമ്പുള്ള ചില ദഫ്രാൻ എന്നുള്ള സ്ഥലത്ത്, ദഫ്രാൻ ഒരു ചതുപ്പ് സ്ഥലമാണ്. ആ സ്ഥലത്ത് നബിയും അനുചരന്മാരും ഇറങ്ങിയപ്പോണ്ടായ ജിബ്രീൽ എന്ന മലക്ക് അവിടെ ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് 2 സംഘത്തിൽ ഏതാ വേണ്ടത് എന്ന് ചോദിക്കുന്നതാണ്. ഏതത്തായിപ്പത്തേനി, രണ്ടാലൊരു സംഘത്തെ രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു സംഘത്തെ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഒന്നിരിക്കലോ ഒട്ടകം, അതായത് ധനം, ഒട്ടകം മുതലോ ഒക്കെ തരാം, അല്ലെങ്കിൽ ഇവരെ സൈന്യത്തെ നിങ്ങൾക്ക് പിടിക്കാൻ, അങ്ങനെ രണ്ടിലൊന്ന് നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സന്ദർഭമാണ് ഇവിടെ. ബൈറയോ അല്ലെങ്കിൽ നഫീറയോ അല്ലേ? പക്ഷെ അവിടെ കറക്റ്റ് വേർഡ്സൊക്കെ പലയിടത്തും വേർഡ്സൊക്കെ കറക്റ്റായിരുന്നു, അറബി അക്ഷരങ്ങളൊക്കെ കറക്റ്റായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ അഹങ്കരിക്കേണ്ട മോനെ. അമരർ ആണ്, അമരരുടെ അമറാണ്. അമരർ എന്ന് പറഞ്ഞാൽ മലക്ക് എന്നാണ്, അമറാൽ എന്നല്ല കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ കുടുക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഓക്കെ എന്ന് പറയും കേട്ടോ. അമറാൽ എന്നല്ല, അമരർ. ഏതായാലും നന്നായി പാടി. താങ്ക് യു OM മാഷ്. ശൈല ചേച്ചി. മോൻ അസലായിട്ട് പാടി. പിന്നെ ഈ പാട്ടിന്റെ റൂട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് പാടാനും നല്ല കഷ്ടമാണ്. ഈ മാപ്പിളപ്പാട്ട് പൊതുവെ നമ്മുടെ ഇടയിൽ ചില കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒക്കെ എന്താ അത് അങ്ങനെയുള്ള ഒരു ഇത് എല്ലാവരുടെ ഇടയിലും ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ പാടുന്ന കാലത്തും ശരി, ഇന്നും ഉണ്ടത്. പക്ഷേ മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു അതിൻ്റെ തനിമ, അതിൻ്റെ ആ സ്റ്റൈലിൽ തന്നെ ട്യൂൺ ചെയ്താലും പാടിയാലും ഒക്കെ അല്ലേ അത് മാപ്പിളപ്പാട്ടാവുള്ളൂ. അപ്പോൾ ഈ പാട്ടെന്ന് വെച്ചാൽ നല്ല കഷ്ടമുണ്ട് പാടാൻ. മോനത് മോൻ്റെ കഴിവിൻ്റെ പരമാവധി നന്നായി പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറയാൻ കൊണ്ടുവന്നത് ഓരോ സ്റ്റൈൽ, ഇപ്പം നാടൻ പാട്ടായാലും ശരി, ഫിലിം സോങ്സ് ആണെങ്കിലും ശരി, മാപ്പിളപ്പാട്ട്, എല്ലാത്തിനും ഓരോന്നിനും സ്റ്റൈലുണ്ടല്ലോ. അതാണ് പറഞ്ഞു വന്നത്. അത് പാടാനും ഈസി അല്ല തീർച്ചയായിട്ടും മാപ്പിളപ്പാട്ട്. ചെറിയ ചെറിയ പ്ലാൻസ് ഒക്കെ വരുന്ന സ്ഥലത്ത് അതിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. അത് ഈസിയാണ്. അതെന്താ കേൾക്കാൻ അത്ര വലിയ ഈസി ആയിട്ട് തോന്നിയാൽ അത് കൊണ്ടുവരാൻ നല്ല കഷ്ടമാണ്. അപ്പോഴേ അത് ഇഷ്ടപ്പെടുള്ളൂ. മാപ്പിളപ്പാട്ടിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് വന്നു കഴിഞ്ഞാലേ നമുക്ക് കേൾക്കുമ്പോൾ അതൊരു അത്രയായിട്ട് സുഖം തോന്നുള്ളൂ. വേറെ ഇത് പാടിയാലും അത്ര സുഖമായിട്ട് തോന്നില്ല. അത് മോൻ നന്നായിട്ട് പാടി.
അതിന്റെ റൂട്ടൊക്കെ വളരെ എനിക്ക് ട്യൂണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാഷാരെ പറഞ്ഞ് പാടി ട്യൂൺ ചെയ്ത് കോഴിക്കോട് ബക്കർ അവര് ഏതായാലും എന്താ പറയാ, അവർക്കൊരു വലിയ താങ്ക്സ്. മോൻ നന്നായിട്ട് പാടി, ഇതുപോലെ മുന്നോട്ട് പോകും. പിന്നെ മോന് എപ്പോഴും കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ മോൻ പാടിയത് ഇന്നും കുറച്ചുകൂടി നല്ല പഞ്ചുണ്ടായിരുന്നു. പിന്നെ എന്ത് പറ്റി കുഴപ്പമൊന്നുമില്ല, എന്നാലും ആ ഒരു ഇത് ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. അതാ പറഞ്ഞത്, ഈ കഷ്ടമുണ്ട് മോനെ ഈ പാട്ട് അതുപോലെ പാടിക്കൊണ്ടുവരാൻ. ട്യൂൺ അങ്ങനെയാ കിടക്കുന്നത്. മോൻ നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി, താങ്ക് യു ജഡ്ജസ്. ഷമീം, നമുക്ക് വേഗം മാർക്ക് അറിയാം അല്ലേ? ഓക്കെ, ശൈല ചേച്ചി, ഷമീമിന് കൊടുക്കുന്ന മാർക്ക് എത്രയാണ്? 35-ൽ 33. 35-ൽ 33. താങ്ക് യു ചേച്ചി. OM മാഷ് 35-ൽ 33. താങ്ക് യു മാഷെ. 35-ൽ 33. ദൃശ്യ ചേച്ചി? ഞാൻ 20-ൽ 18.5 മാർക്കാണ് തരുന്നത്. ഓക്കെ, ദൃശ്യ ചേച്ചി തന്നിരിക്കുന്ന മാർക്ക് 20-ൽ 18.5 മാർക്കാണ്. ഷമീം ടോട്ടൽ എത്ര കിട്ടിയെന്നറിയോ? 84.5 on 90. നല്ല മാർക്കാണ്. നമ്മുടെ ജഡ്ജസ് പറഞ്ഞത് ഈ ശ്രമിച്ചാൽ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും ഷമീമിന്. സോ പ്രാക്ടീസിന് ഒരു കുറച്ച് കുറവുണ്ട്. നെക്സ്റ്റ് റൗണ്ടിലേക്ക് വരുമ്പോൾ അതൊന്നും പാടില്ല. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല നല്ല പാട്ടുകൾ പഠിച്ചു വരാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.